Hi all, welcome to TOES Academy. So, ഈ വരുന്ന ഡിസംബർ 17-ന് TOES Academy LP-UP ആസ്പിറൻസിന് വേണ്ടിയിട്ട് ഒരു പബ്ലിക് PSC മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എക്സാമിന് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. ടോസ് അക്കാഡമിയിൽ നമ്മൾ LP-UPയുടെ ഓൺലൈൻ കോച്ചിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ LP-UPയുടെ ഒരു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ടെലിഗ്രാം ചാനലും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ദിവസേന ക്വിസുകളും ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സും വീഡിയോസും ഒക്കെ ഈ ഒരു ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ക്വിസ് രൂപേണ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജീവശാസ്ത്രത്തിലെ 6-7 ക്ലാസ്സുകളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങളിത് കാണുക, ഇമ്പോർട്ടൻ്റ് ആയി. നിങ്ങൾക്ക് ഓൾറെഡി പ്രിപ്പറേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തവരെ സംബന്ധിച്ച് പെട്ടെന്ന് SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഒരു ചെറിയൊരു ഹെൽപ്പ് ആവശ്യമുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഒരു റിവിഷൻ എന്നുള്ള രീതിക്കാണ്. നമുക്ക് സ്വന്തം വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ 5, 6, 7 ക്ലാസ്സുകളിലൊക്കെ ഉള്ളൂ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6-7 ജീവശാസ്ത്രത്തിന്റെ 6-7 ക്ലാസ്സുകളിൽ വരുന്ന ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 6th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. എന്താണ്? ജീവന്റെ ചെപ്പുകൾ. പിന്നെ നമ്മൾ എല്ലാ പോയിന്റും ടെക്സ്റ്റ് അഴിച്ചു പറിക്കുകയെന്നല്ല, നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ ആണ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഇതിന് ടച്ച് ഒന്നും ഇല്ലാത്തവർക്ക് ഒരു ഗൈഡൻസ്, ഒരു ഫെസിലിറ്റേഷൻ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്കുക, ജീവശരീരത്തിലെ ചെറുഘടകങ്ങൾ എന്ന് പറയുന്നത്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ് അല്ലെ? ഒരു കുഞ്ഞുറുമ്പിന്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറുഘടകങ്ങളാൽ നിർമ്മിതമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇത്രയേ ഉള്ളൂ, കോശങ്ങളാൽ നിർമ്മിതമാണ് അല്ലെ? ഒറ്റ കോശമുള്ള, ഏകകോശമുള്ള ജീവനെയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികളാണ്. ഓർത്തു വെച്ചിരിക്കുക, എക്സാമിന് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. ഹയർ ഓർഗാനിസംസ്, അതായത് ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ എന്താണ്? ബഹുകോശ ജീവികളാണ്. ഏകകോശ ജീവികൾക്ക് ഉദാഹരണം നോക്കുക, അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവ. ഇനി നമുക്കറിയാം, ഒരു കോശത്തിന് പല പാർട്സ് ഉണ്ട് അല്ലെ? മർമ്മമുണ്ട്. മർമ്മം എന്ന് വെച്ചാൽ എന്താണ്? ന്യൂക്ലിയസ് അല്ലെ? ഇനി കോശദ്രവ്യം, കോശസ്തരം എന്നിങ്ങനെ ചില പ്രധാന ഭാഗങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒരു 8ന് മുകളിലേക്കുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് കേട്ടോ. കോശത്തിന്റെ കേന്ദ്രമാണ് എന്ത്? മർമ്മം എന്ന് പറയുന്നത്. കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. കോശത്തിന്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് എന്ത്? കോശദ്രവ്യം. ഓക്കെ, അപ്പൊ അതിന്റെ ഇമേജ് നിങ്ങൾ നോക്കുക, ജന്തുകോശത്തിന്റെ ആണ് കേട്ടോ. ഇനി ജന്തുകോശങ്ങളും ഉണ്ട്, സസ്യകോശങ്ങളും ഉണ്ട് അല്ലെ? ഇവ തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം നോക്കുക. മർമ്മമുണ്ട്, രണ്ടിനും മർമ്മമുണ്ട്. നോക്കിയാൽ ഹരിതകം എന്ന് പറയുന്ന സസ്യകോശത്തിന്, ഇത് സസ്യകോശം, ഇത് ജന്തുകോശം. അതായത് ഹരിതകം എന്തിനു മാത്രമേ ഉള്ളൂ? സസ്യകോശത്തിന് അല്ലെ? ഇനി കോശദ്രവ്യം രണ്ടിനുമുണ്ട്. കോശഭിത്തി എന്ന് പറയുന്നത് എന്തിനു മാത്രമേ ഉള്ളൂ? സസ്യകോശത്തില്. എന്താ പറയാ, കോശസ്തരം രണ്ടിനും ഉണ്ട്. കോശഭിത്തി എന്തിനേ ഉള്ളൂ? പ്ലാന്റ് സെല്ലിന് അല്ലെങ്കിൽ സസ്യകോശത്തിനേ ഉള്ളൂ. ഫേനം രണ്ടിലും ഉണ്ട്, പക്ഷെ പ്ലാന്റ് സെല്ലിലെ ഫേനം എന്ന് പറയുന്ന കുറച്ച് വലിയ സൈസ് ആണ്. ആനിമലിലെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ ചെറുതാണ് അല്ലെ? ഫേനം അല്ലെങ്കിൽ വാക്യൂൾ എന്നാണ്? വിസർജ്യ വസ്തുക്കൾ കളക്ട് ചെയ്യപ്പെടുന്നതാണ് അല്ലെ? കോശസ്തരം, സെൽ മെംബ്രെയിൻ രണ്ടിനും ഉണ്ട്. അപ്പം അതിനകത്ത് രണ്ടിനും ഇല്ലാത്തത്, അതൊരു ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് കോശഭിത്തി എന്തിനു മാത്രമേ ഉള്ളൂ? സസ്യകോശത്തിന്. ഹരിതകം, ക്ലോറോപ്ലാസ്റ്റുകൾ തുടങ്ങിയ പിഗ്മെന്റുകൾ എന്തിനു മാത്രമേ ഉള്ളൂ? സസ്യകോശത്തിന്. ഓക്കെ, അടുത്തതാണ് പൂവിൽ നിന്ന്, ചാപ്റ്റർ 3, പൂവിൽ നിന്ന് പൂവിലേക്ക്. എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ ഒരു പൂവിന്റെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇതെന്താണ്? ചെമ്പരത്തി പൂവാണ്. ഇതിന്റെ ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്താൻ പോവാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഭാഗങ്ങൾ എന്ന് നോക്കുക. ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് മലയാളം മീഡിയത്തിൽ പഠിച്ച സ്റ്റുഡൻസും പഠിക്കുന്ന കാലത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച സ്റ്റുഡൻസും അവർക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ മലയാളം ടേംസ് ഞാൻ രണ്ടും രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏതാണോ പഠിച്ചത് അത് നിങ്ങൾ ബിൽഡപ്പ് ചെയ്യുക, ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് മലയാളത്തിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഒരു ചെമ്പരത്തി പൂവ് അല്ലെ?
ഇപ്പൊ ചെമ്പരത്തി പൂവിന്റെ ഇവിടെ ഇതാ പൂമ്പൊടി പോലത്തെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇതാണ് കേസരപുടം എന്ന് പറയുന്നത്. ഇനി ദളം, ഇതളുകൾ, അതാണ് ദളം. ഇനി ജനിപുടം എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ്. ഇനി വിദളം എന്ന് പറയുന്നത് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. പുഷ്പാസനം, അതിന്റെ തൊട്ട് താഴെ ഇങ്ങനെ ഒരു സീറ്റ് പോലെ, ആസനം എന്ന് വെച്ചാൽ എന്താണ്, ഒരു സീറ്റ് ഇരിക്കാനുള്ള ആ രീതിയിൽ. പിന്നെ പൂഞ്ഞെട്ട്, ഇത്രയുമാണ് ഇതിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഏതൊക്കെ പാർട്ടുകളാണെന്നൊന്ന് മനസ്സിലാക്കുക. അടുത്തതാണ്, ഇപ്പൊ നമ്മൾ പൂക്കളെ കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. പൂക്കൾ എന്താണ്, പൂക്കളെ കുറിച്ച് അറിയാനുള്ളത്? പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാവുന്നത് എന്നും ഫലത്തിനുള്ളിലെ വിത്ത് മുളച്ചാണ് തൈച്ചെടികൾ ഉണ്ടാവുന്നത് നമുക്കറിയാം അല്ലെ. ഇപ്പൊ ഒരു മാവിന്റെ നോക്കിയ മാമ്പൂക്കുല, നമുക്കറിയാം മാവെല്ലാം പൂത്ത് നിൽക്കുന്ന സമയം അതിൽ നിന്ന് പിടിച്ച പൂക്കളാണ് എന്തായിട്ട് മാറുന്നത്, മാങ്ങയായിട്ട് മാറുന്നത്. മാങ്ങയുടെ അകത്ത് മാങ്ങ അണ്ടിയുണ്ട് അല്ലെ, അതാണ് പിന്നെ തൈച്ചെടിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. ജീവിവർഗവും അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം, അല്ലെങ്കിൽ എന്തെന്ന് പറയും, ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഓക്കെ, സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്ന പൂക്കളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ് എന്തെന്ന് പറയുന്നത്, പൂക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു ജനിപുടവും അതേപോലെ കേസരപുടവും അല്ലെ. അപ്പൊ അതിന്റെ പാർട്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു അല്ലെ. ജനിപുടം ഗൈനീഷ്യമാണ്, കേസരപുടം ആൻഡ്രീഷ്യമാണ്. നോക്കിയേ, ജനിപുടത്തില് ഏതൊക്കെയാ ഭാഗങ്ങള്, പരാഗണ സ്ഥലം അല്ലെ, പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഇനി അതെന്താണ്, ഒവ്യൂള് അല്ലെ. ഇത് ഇത്രയും കൂടുന്നതാണ് ജനിപുടം എന്ന് പറയുന്നത്. അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. ഓക്കെ, അണ്ഡാശയത്തിന്റെ അകത്ത് ഒവ്യൂൾ ഉണ്ട്. ആ ഒവ്യൂളിന്റെ അകത്താണ് എന്തിനെ കാണുന്നത്, അണ്ഡത്തിനെ കാണുന്നത്. ഇനി കേസരപുടത്തിന് പരാഗിയുണ്ട് അല്ലെ, ഈ പൂ പോലത്തെ ഈ ഒരു വെൽവെറ്റി ടൈപ്പ് ഒരു പൊടിയുണ്ട്, അതാണ് പരാഗി. അതേപോലെ തന്തുക്കൾ, ഈ ഒരു കോല് പോലത്താണ് തന്തുക്കൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ കൂടിയതാണ് കേസരപുടം. കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ കേസരപുടത്തിൽ പരാഗിയുണ്ട് അല്ലെ, ഈ ഒരു പോർഷൻ. പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ ഇതിലാണ് എന്ത് കാണപ്പെടുന്നത്, പുംബീജം കാണപ്പെടുന്നത്. ഓക്കെ, അതിപ്പോ നമ്മൾ പറഞ്ഞതിന്റെ ജസ്റ്റ് റെപ്രസെന്റേഷൻ ആണ്. പരാഗണ രേണുക്കളിൽ നിന്ന് പുംബീജം അണ്ഡാശയത്തിൽ എത്തി. കണ്ടോ, പരാഗണ സ്ഥലമാണ്, പരാഗിയാണ്, തന്തുകമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം എവിടെ എത്തുന്നു, അണ്ഡാശയത്തിൽ എത്തി അണ്ഡവുമായി കൂടിച്ചേരണം അല്ലെ. ഇവിടെ അണ്ഡാശയത്തിൽ എത്തിയിട്ട് എന്ത് ചെയ്യണം, അണ്ഡവുമായിട്ട് കൂടിച്ചേരണം. പുംബീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ഫെർട്ടിലൈസേഷൻ. ബീജസങ്കലനത്തിന് ശേഷം ചെടിയിൽ ഫലങ്ങൾ ഉണ്ടാവും, നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഓക്കെ, അടുത്തത് പൂമ്പാറ്റകളിലേറി. അപ്പൊ എങ്ങനെയാണ് ഈ പരാഗണം നടക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ ആദ്യം എത്തേണ്ടത് പരാഗണ സ്ഥലത്താണ് അല്ലെ. ഇതെങ്ങനെ സംഭവിക്കും, ആരൊക്കെയാണ് ഇതിന് സഹായിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ പരാഗണം എന്ന ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പൊളിനേഷൻ അല്ലെങ്കിൽ പരാഗണം. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജന്റ്സ് എന്ന് പറയും. ഇനി കാറ്റിലും പരാഗണം നടക്കും. അപ്പൊ ഏതിനാണ് കാറ്റില് പരാഗണം നടക്കുക? അപ്പൊ അങ്ങനെ പരാഗണം നടക്കുന്നുണ്ടെങ്കിൽ ആ പൂമ്പൊടിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. നെൽച്ചെടിയുടെ പൂക്കൾ കണ്ടിട്ടുണ്ടോ? പൂത്തുലഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾ കാറ്റിൽ ആടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ നെൽപ്പാടത്ത് കൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, കാറ്റത്ത് ഇങ്ങനെ ആടിക്കളിക്കുന്നത്. അപ്പൊ നെൽച്ചെടിയുടെ പൂവിന്റെ പൂമ്പൊടി എങ്ങനെയായിരിക്കും പരാഗണം ചെയ്യുന്നത്? അപ്പൊ ഇത്തരം പൂക്കളിൽ ചിലപ്പോൾ കാറ്റിലൂടെയാണ്. അപ്പൊ നെൽച്ചെടിയുടെ പൂവിന്റെ പൂമ്പൊടി എങ്ങനെയായിരിക്കും പരാഗണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതിന്റെ ആൻസർ ആണ് എങ്ങനെയായിരിക്കും പരാഗണം ചെയ്യപ്പെടുന്നത്, കാറ്റിലൂടെയാണ് കേട്ടോ. ഓക്കെ, എങ്ങനെയായിരിക്കും, കാറ്റിലൂടെയാണ് പരാഗണം ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇത്തരം പൂക്കളുടെ ചില സവിശേഷതകൾ നോക്കുക.
ധാരാളം പൂമ്പൊടി ഉണ്ടായിരിക്കും. പരാഗരേണുക്കൾ ഭാരം കുറഞ്ഞവയായിരിക്കും. അപ്പൊ എന്താ, കുറെ പൂമ്പൊടി ഉണ്ടായിരിക്കും, പരാഗരേണുക്കൾ ഭാരം കുറഞ്ഞതായിരിക്കും. അപ്പൊ അത് കാറ്റത്ത് ഇങ്ങനെ അതിന് മൂവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ കാറ്റ്, ജലം എന്നിവയും പരാഗണകാരികളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടത്തുന്ന കാറ്റ് വഴി. എക്സാമ്പിൾ പഠിക്കുക. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്ന കാറ്റ് വഴിയാണ്. കുരുമുളക് ചെടിയിൽ ജലമാണ്, മഞ്ഞുതുള്ളിയാണ് പരാഗണകാരി. എക്സെപ്ഷൻ പോലെ പഠിച്ചു വെക്കണം. കുരുമുളക് ചെടിയിൽ ജലം അല്ലെങ്കിൽ മഞ്ഞുതുള്ളിയാണ് പരാഗണകാരി. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിലൊക്കെ പരാഗണം ചെയ്യുന്ന കാറ്റാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഈച്ചകളിലൂടെ, പ്രാണികളിലൂടെ ആണെങ്കിൽ ഇപ്പൊ ബൊഗെയിൻ വില്ല ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വെള്ളില, ബൊഗെയിൻ വില്ല, ലെന്റാന അല്ലെങ്കിൽ അരിപ്പൂവിലൊക്കെ ഇൻസെക്റ്റുകളിലൂടെയാണ്. ഓക്കെ. അപ്പൊ ഭാരം കുറഞ്ഞ പരാഗരേണുക്കള് ഏതിലൂടെ ആയിരിക്കും നടത്തുന്നത്? കാറ്റിലൂടെ അല്ലെ. വർണ്ണ ഭംഗിയുള്ള പൂക്കൾ എങ്ങനെയായിരിക്കും? തേനീച്ചയിലൂടെ അല്ലെ. തേനീച്ച പോലത്തെ ഇൻസെക്റ്റുകളിലൂടെ. രാത്രി വിരിയുന്ന പൂക്കള് ഏതാണ്? നിശാശലഭം അല്ലെ. നിശാശലഭമാണ് രാത്രി വിരിയുന്ന പൂക്കളില്. ഈർപ്പത്തിലൂടെയുള്ള പരാഗണം എന്ന് പറയുന്നത് എന്താണ്? ജലം അല്ലെങ്കിൽ മഞ്ഞുതുള്ളിയാണ് നടത്തുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനിയാണ് കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ? എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ? മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വിതറാറുണ്ട്. ഇതാണ് കൃത്രിമ പരാഗണം. അതായത് നാച്ചുറലി പരാഗണം നടക്കുന്ന കാറ്റിലൂടെ ആവാം, ജലത്തിലൂടെ ആവാം, ഇൻസെക്റ്റുകളിലൂടെ ആവാം. അങ്ങനെ അല്ലാതെ നമ്മൾ നല്ല വെറൈറ്റി ഓഫ് സാധനങ്ങൾ അല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള സംഭവങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞ കൃത്രിമ പരാഗണം. മെക്സിക്കൻ അതിന് എക്സാമ്പിൾ ആണ് വാനില അല്ലെ. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മള് വീട്ടില് വാനില ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ ഒരു ഈർക്കിലി ഇങ്ങനെ ഈർക്കിലിയുടെ അറ്റം ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നുവിടും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? വാനിലയിൽ ഒരു പൂവിന്റെ പൂമ്പൊടി എടുത്ത് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണം നമ്മൾ. അപ്പൊ അത് ആക്ച്വലി എന്താണ്? ഒരു കൈൻഡ് ഓഫ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അത് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഇല്ലാത്തവർ ജസ്റ്റ് എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് വാനിലയ്ക്ക് നമ്മൾ പരാഗണം ചെയ്യേണ്ടി വരുന്നത്? മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികൾ ഇല്ലാത്തത് കാരണമാണ് കൃത്രിമ പരാഗണം നടത്തേണ്ടി വന്നത്. അപ്പൊ അവരുടെ നാച്ചുറൽ ആയിട്ട് അവരുടെ പോളിനേഷൻ നടത്തുന്ന ഇൻസെക്റ്റുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇത് ഓർത്തു വെക്കണം. എന്താണ് പേര്? മെലിപ്പോണ ഇനത്തിൽപ്പെടുന്ന തേനീച്ചകളാണ് വാനിലയിൽ പരാഗണം നടത്തുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ വാനിലയിൽ കൃത്രിമ പരാഗണം ചെയ്യുന്നത്. ഓക്കെ. പരാഗരേണുക്കൾ അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് പരാഗണം ഫലവത്താകുന്നത്. നമുക്കൊരു ചൊല്ലുണ്ടല്ലേ, മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട്. എന്താണ്? പരാഗണ രേണുക്കൾ അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. മറ്റിനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് വീഴുന്ന പൂമ്പൊടികൾ നശിച്ചു പോവുകയേ ചെയ്യുള്ളൂ. ഓക്കെ. ഇനി അടുത്തത് only one fruit. അതായത് നോക്കുക, ഒരു മാമ്പൂവ് അല്ലെ, ആ ഒരു പൂവിൽ നിന്ന് ഒരു മാംഗോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കുക, ഈ പറയുന്ന ഓവറി എന്ന് പറയുന്നത് എന്താകും? പിന്നീട് ഫ്രൂട്ട് ആവുകയും ഒവ്യൂൾ എന്ന് പറയുന്ന സീഡ് ആവുകയും ചെയ്യും. അത് പഠിക്കണം. ഓവറി എന്ന് പറയുന്ന ഫ്രൂട്ട് ആവുകയും ഒവ്യൂൾ എന്ന് പറയുന്ന സീഡ്, വിത്ത്, അതിൻ്റെ ഉള്ളിലെ മാങ്ങയുടെ അണ്ടിയായിട്ട് മാറുന്ന എന്താണ്? ഒവ്യൂൾ അല്ലെ. ഓവറി പിന്നീട് ഫ്രൂട്ട് ആയിട്ട് മാറും. ഇനി ടൊമാറ്റോ ഫ്ലവറിലാണെങ്കിൽ ഓവറി ഫ്രൂട്ട്, എപ്പോഴും ഇത് ഓർത്താൽ മതി, ഓവറി ഫ്രൂട്ട് ആയിരിക്കും, ഒവ്യൂള് സീഡ് ആയിട്ട് മാറും. ഓക്കെ. only one fruit formed from each flower. These fruits are called simple fruit. ഇത്തരം ഫ്രൂട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിമ്പിൾ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ സിമ്പിൾ ഫ്രൂട്ടിന്റെ മലയാളം ഒന്ന് നോക്കി വെച്ചേക്കുക. ലഘുഫലങ്ങൾ. അതായത് ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ്, അത്തരമാണ് ലഘുഫലങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നുവെങ്കിൽ അത്തരം ഫലങ്ങളെയാണ് പുഞ്ചഫലം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കുക, സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായി,
എന്നിവയൊക്കെ എന്താണ് പുഞ്ചഫലങ്ങളാണ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആണ്. എക്സാമ്പിൾ ആണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. സീതപ്പഴം, സീതപ്പഴത്തിന്റെ പൂവ് നോക്കിയേ, ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നത്. ഓക്കെ, സീതപ്പഴം ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തത് അരണമരക്കായി. ഓക്കെ, അതൊക്കെ എന്തൊക്കെയോ ചെടികളാണ്, എനിക്കറിയില്ല. അപ്പൊ എന്തായാലും എക്സാമ്പിളുകൾ ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത് ഒന്നല്ലെങ്കിലും ഒന്നായിട്ട്, അതായത് പ്ലാവിന്റെ പൂവ് നിങ്ങൾ കണ്ടു നോക്കി, ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ഒത്തിരി പ്ലാവിന്റെ പൂ, അനേകം ചെറു പൂക്കൾ ഒരു പൊതുതണ്ടിൽ ക്രമീകരിക്കുന്നു. പ്ലാവിന്റെ പൂങ്കുല ഓക്കെ, അതൊന്നും വേണ്ട. ഇനി നോക്കുക, പ്ലാവിന്റെ ഒരു പൂങ്കുലയിൽ 100 കണക്കിന് പൂക്കളുണ്ട് അല്ലെ. അപ്പൊ ഈ പൂങ്കുലയിൽ നിന്ന് എത്ര ഫലങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫലവും എന്താണ്, ഇവിടെ നോക്കിക്കേ, ഈ പ്ലാവെന്ന് ഒത്തിരി പൂക്കളിൽ നിന്നാണ് ഒരു ഫലം ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ഒത്തിരി പൂക്കളിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യും, ഈ പറയുന്ന എല്ലാ പൂക്കളും അല്ലെ, ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ഫലമാണ് എന്ത്, ചക്കച്ചുള അല്ലെ. അപ്പൊ ഒരു പൂവ് ഒരു ഫലം, അപ്പൊ ആ ചക്കയുടെ ഒരു ചുള എന്ന് പറയുന്ന ഒരു പൂവാണ്. ഓക്കെ, വിത്ത് എന്തായിട്ട് മാറും, ചക്കക്കുരുവായിട്ട് മാറും. ബീജസങ്കലനം നടന്ന് ഫലമായി മാറാത്ത പൂക്കൾ എന്തായിട്ട് മാറും, അതാണ് നമ്മൾ ഈ പറയുന്ന ചവണിയായിട്ട് മാറുന്നത്. ഓക്കെ, ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെയാകുന്നു. ഇത്തരം ഫലങ്ങളാണ് സംയുക്ത ഫലങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. അത് പല ഫ്ലവേഴ്സ് കൂടിയിട്ട് ഒരു സിംഗിൾ ഫ്രൂട്ട് ആവുന്നത്. ഓക്കെ, അതിനകത്ത് ഈ പറയുന്ന പോളിനേഷൻ നടന്നത് ചക്കച്ചുളയായിട്ടും നടക്കാത്തതാണ് ഈ ചവണിയായിട്ടും മാറുന്നത്. ഓക്കെ, ചക്ക, കൈതച്ചക്ക ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സിന് അല്ലെങ്കിൽ സംയുക്ത ഫലങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഓക്കെ, ഇനി നമ്മുടെ മുൻപ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. ഇവയാണ് കപടഫലങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്, ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയും. എക്സാമ്പിൾ ആണ് ഓർത്തു വെക്കേണ്ടത്. കശുവണ്ടി എന്ന് പറയുന്നത്, അല്ലെ കശുമാങ്ങ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫാൾസ് ഫ്രൂട്ട് ആണ് കേട്ടോ. അതായത് പൂഞ്ഞെട്ട്, പുഷ്പാസനം ഒക്കെ എന്തായിട്ട് മാറും, ഫലം പോലെ, ഒരു ഫ്രൂട്ട് പോലെയായിട്ട് ഡെവലപ്പ് ചെയ്യും. അതാണ് ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ആഹാരം ആരോഗ്യത്തിന്. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ നോക്കേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകം. എന്താണ്, ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ഫുഡിന്റെ ഒരു കണ്ടന്റ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ രാവിലെ, നമ്മളൊക്കെ കുഞ്ഞായിരിക്കുമ്പം സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ പേരൻസ് നമ്മളൊക്കെ വയറ് നിറച്ച് ഫുഡൊക്കെ തരും അല്ലെ. അപ്പൊ എന്തിനാ ഇങ്ങനെ ഫുഡ് തരുന്നത്, നമുക്ക് എനർജി വേണം അല്ലെ. അപ്പൊ എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ ഒത്തിരി ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ ഈവൻ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിന് നമുക്ക് എനർജി വേണം. ആ എനർജി കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പം അതിലെ ഓരോ കണ്ടന്റുകളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ധാന്യകം. അപ്പൊ ധാന്യകം എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് എന്നാണ് പേര്. അതില് അപ്പൊ കണ്ടന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. കാർബൺ, അതിന്റെയാണ് കാർബോ, ഹൈഡ്രജന്റെ HYD ആൻഡ് ഓക്സിജൻ. ഓക്കെ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഓർത്തു വെച്ചേക്കുക കേട്ടോ, കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, ഇനി എന്നിവ ഇതുകൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിന്റെ മുഖ്യ ധർമ്മം. അപ്പൊ ശരീര പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുന്നത് മെയിൻ ആയിട്ട് എന്താണ്, ധാന്യകമാണ്. ധാന്യകമാണ്, അതായത് കാർബോഹൈഡ്രേറ്റ്. ഇനി അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ഓർത്തു വെക്കണം, അന്നജം അതായത് സ്റ്റാർച്ച്, പഞ്ചസാര അല്ലെ ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഇതൊക്കെ ഈ പറയുന്ന ധാന്യകത്തിന്റെ ഓരോരോ ഫോമാണ്. ഓക്കെ, ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങൾ ഉണ്ടല്ലോ, അതിനകത്തും കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് പോലുള്ള കിഴങ്ങ് വർഗ്ഗത്തിലൊക്കെ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് അന്നജത്തിന്റെ രൂപത്തിൽ, സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഫുഡില് അന്നജം അല്ലെ, അന്നജത്തിന്റെ പ്രസൻസ്. അപ്പൊ എങ്ങനെ നമുക്ക് അന്നജത്തിനെ ഐഡന്റിഫൈ ചെയ്യാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് അന്നജം ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ അറിയാം, അതാണ് അയഡിൻ ടെസ്റ്റ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം കേട്ടോ. അപ്പം എന്തിന്റെ കണ്ടന്റ് കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ എന്തിന്റെ പ്രസൻസ് കാണാനാണ് അയഡിൻ ടെസ്റ്റ് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നജത്തിന്റെ ആണ് കേട്ടോ. അപ്പൊ അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറം ഉണ്ടാവും. ഏത് നിറമാണ്, നീല നിറം. ഓക്കെ,
ഓക്കെ, അപ്പൊ ആദ്യം ധാനികമായിരുന്നു അല്ലെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ കണ്ടന്റ് ആണ്, അതാണ് പ്രോട്ടീൻ അല്ലെ. പ്രോട്ടീന്റെ മലയാളം എന്താണ്? മാംസ്യം അല്ലെ. മാംസമല്ല, മാംസ്യം. അപ്പൊ പ്രോട്ടീന് അല്ലെങ്കിൽ മാംസ്യം. അപ്പൊ നോക്കുക, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ്. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ ഇതേ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ചോദിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഇതെല്ലാം ഇല്ലെന്ന് ചിന്തിക്കരുത്. അപ്പൊ നമുക്കൊരു ഊർജം നൽകുന്നതിനാണ് കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ശരീരത്തിന്റെ നിർമ്മിതിക്കും അതിന്റെ വളർച്ചയ്ക്കൊക്കെ സഹായകമാകുന്നത് മെയിൻ ആയിട്ട് ഏതാണ്? പ്രോട്ടീൻ ആണ് കേട്ടോ. അപ്പൊ നോക്കുക, ശരീരത്തിലെ കോശങ്ങള്, മുടി, ദഹനരസങ്ങള്, ഓക്കെ, ഗ്യാസ്ട്രിക് ജ്യൂസുകള് തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പൊ നമ്മുടെ കോശങ്ങള്, സെല്ലുകള്, നമ്മുടെ മുടി വളരാൻ വേണ്ടി, ദഹനരസങ്ങൾ, ഗ്യാസ്ട്രിക് ജ്യൂസുകള്, അപ്പൊ ഇവയുടെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടതാണ് എന്ത്? പ്രോട്ടീൻ. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തുന്നു. അപ്പൊ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. അപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മൾ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ എന്താ ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടും അല്ലെ. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി വേണ്ടത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പിന്നെയും പിന്നെയും ഈ അരിയാഹാരം പോലുള്ള കാർബൺ ഡയോക്സൈഡ് കൂടിയ ഫുഡ് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ തടിച്ചു വരും അല്ലെ. കാരണം അതിൽ നിന്നുള്ളത് അപ്പോ നമ്മൾ കഴിക്കുകയും നമുക്ക് വേണ്ട എക്സസൈസുകൾ അല്ലെങ്കിൽ ഈ കഴിക്കുന്നതിന് അത്രയുള്ള കലോറി ബേൺ ആയി പോയില്ലെങ്കിലാണ് നമുക്ക് തടി വെക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള കാർബോഹൈഡ്രേറ്റിനെ നിലവിലുള്ളതിനെ ആദ്യം ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? പ്രോട്ടീനുകളെ, ഇതിന്റെ അഭാവത്തിൽ പ്രോട്ടീനുകളെയാണ് ഉപയോഗപ്പെടുത്തുക ഊർജത്തിന് വേണ്ടിയിട്ട്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് ധാരാളമായിട്ടുണ്ടെങ്കിൽ ഈ പ്രോട്ടീനെ പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. അതിന്റെ വളർച്ചയ്ക്കൊക്കെയാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറച്ച് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുന്നതിന്റെ റീസൺ ഇതാണ് കേട്ടോ, തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഹൈഡ്രജൻ, ഇപ്പൊ ഇനി ഇതിലെ കണ്ടന്റുകൾ നോക്കുക. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കാർബൺ ഡയോക്സൈഡിൽ ഹൈഡ്രജനും കാർബണും നൈട്രജനും ഉണ്ടായിരുന്നു, ഓക്സിജനും ഉണ്ടായിരുന്നു, പ്ലസ് നൈട്രജനും സൾഫറും. ഇവയൊക്കെയാണ് എന്തിലുള്ളത്? പ്രോട്ടീനിലുള്ളത്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. അതാണ് ഏകദേശ കണക്ക്. ഓക്കെ, ഇനി ക്വാഷിയോർക്കർ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അതെന്താ? പ്രോട്ടീനിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. ഇതൊക്കെ ഓർത്ത് വെക്കണം, നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നോക്കിയേ, ഈ ടൈപ്പ് ഫിഗർ ഈ സൊമാലിയയിലെയൊക്കെ കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ ഈ അട്ടപ്പാടി ഭാഗങ്ങളിലൊക്കെയുള്ള കുട്ടികളുടെ നമ്മൾ ഈ ടിവിയിലൊക്കെ കാണുമ്പോൾ അവർ ഇങ്ങനത്തെ ഒരു രീതിയിലല്ലേ, കൈയും കാലും എല്ലാം ശോഷിച്ച്, പക്ഷെ വയറ് നന്നായിട്ട് വീർത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ അസുഖത്തിന് പറയുന്നതാണ് ക്വാഷിയോർക്കർ. അതായത് പ്രോട്ടീനിന്റെ അഭാവം മൂലമാണ് എന്തുണ്ടാക്കുന്നത്? ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. ഇത് ബാധിച്ചവരുടെ ശരീരം നന്നായിട്ട് ശോഷിച്ചും വയറ് നന്നായിട്ട് വീർത്തുമിരിക്കും. അപ്പൊ ഈ അസുഖത്തിന്റെ പേര് ഓർത്തു വെക്കണം കേട്ടോ. അടുത്തതാണ് ഫാറ്റ് അല്ലെ. ഫാറ്റ്, അതിന്റെ മലയാളമാണ് കൊഴുപ്പ്. കൊഴുപ്പ്. അപ്പൊ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? കാർബോഹൈഡ്രേറ്റ് പഠിച്ചു, പ്രോട്ടീൻ പഠിച്ചു അല്ലെ. അടുത്തതാണ് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ്. ഇനി കൊഴുപ്പില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ് അല്ലെ. അപ്പൊ നമുക്ക് ആക്ച്വലി കുറച്ച് മതി. അപ്പൊ നമ്മൾ കൂടുതൽ ഈ എണ്ണ പൊരിച്ച സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടതിൽ കൂടുതൽ ഫാറ്റ് വരും അല്ലെ. അപ്പൊ ആ ഫാറ്റുകൾ നമ്മുടെ ശരീരത്തിൽ അടിയാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ നോക്കുക, മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ തരം പരിപ്പുകൾ അടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, വിവിധ തരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ്. ഓക്കെ, ഇനി അടുത്തത്, കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. അതിന് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഫാറ്റ് സോലുബിളും വാട്ടർ സോലുബിളും ആയിട്ടുള്ള വിറ്റാമിനുകൾ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ കാണും, അത് നമുക്ക് അപ്പൊ ഡിസ്കസ് ചെയ്യാം. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കണ്ടോ? അപ്പൊ ചില വിറ്റാമിനുകൾ വാട്ടർ സോലുബിൾ ആണ്, ചിലത് ഫാറ്റ് സോലുബിൾ ആണ്. അപ്പൊ നമ്മളൊരു ഭക്ഷണം അകത്തേക്ക് എടുക്കുമ്പോൾ ഈ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വിറ്റാമിൻ നമ്മുടെ ബോഡി
ബോഡിക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എന്ത് വേണം? ഫാറ്റ് വേണം. എല്ലാ സാധനവും ആവശ്യത്തിന് മാത്രം മതി താനും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് ഫാറ്റ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഈ പാല്, പാലുൽപ്പന്നങ്ങള്, മുട്ട, മാംസ്യം, മത്സ്യം ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും കൊഴുപ്പുകൾ കിട്ടുന്നത്. അപ്പൊ ഈ കൊഴുപ്പ് ആക്ച്വലി നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. അതിന് ആവശ്യമായി വളരെ കുറച്ച് മാത്രം മതി. അപ്പൊ ആ രീതിയിലാണ് ഫാറ്റ്. ഓക്കെ, ഓർത്തു വെച്ചേക്കുക. ഇനി നോക്കുക, കൊഴുപ്പും കൊളസ്ട്രോളും. അപ്പൊ കൊഴുപ്പിന്റെ ഒരു രൂപമാണ് എന്ത്? കൊളസ്ട്രോൾ, അല്ലെ? നമുക്കറിയാം, പ്രായമായിട്ടുള്ള നമ്മുടെ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കൊളസ്ട്രോൾ ഉണ്ടെന്ന്, അല്ലെ? അപ്പൊ കൊഴുപ്പിന്റെ രൂപമാണ് ആക്ച്വലി എന്ത്? കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടും. അപ്പൊ അതാണ് ഫാറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പൊ എന്താണ് ഇത്? കൊളസ്ട്രോൾ എന്ന രീതിയിലേക്ക് മാറും. അപ്പൊ കൊളസ്ട്രോൾ നമ്മുടെ ബോഡി നമുക്ക് ആവശ്യമുള്ളത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ ഫാറ്റ് ഒത്തിരി ഇൻടേക്ക് ചെയ്ത് കഴിയുമ്പം അത് കൊളസ്ട്രോളിലേക്ക് മാറും. ഓക്കെ, അപ്പൊ ഈ കൊളസ്ട്രോൾ അധികമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് രക്തക്കുഴലുകളുടെ ഭിത്തിയിലൊക്കെ പറ്റി പിടിച്ചിട്ട് രക്തത്തിന്റെ ഒഴുക്കിനെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള ഫങ്ഷൻ, അല്ലെ? എല്ലാ ബോഡി പാർട്ടും രക്തവും ഒക്കെ ചെല്ലുമ്പോഴാണ് നന്നായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഒഴുക്കിനെ തടസ്സപ്പെടും. അപ്പൊ നോക്കിയേ, ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമായിരിക്കും. മെയിൻ ആയിട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്നവർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? നമ്മൾ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ ഹാർട്ടിന്റെ വാൽവ് ബ്ലോക്ക് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതെന്താണ്? ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഈ കൊഴുപ്പ് അടിഞ്ഞിട്ടായിരിക്കും അത് ബ്ലോക്ക് ആവുന്നത്. ഓക്കെ, അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് എന്തല്ല? ഗുണകരമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മക്കൾക്കൊക്കെ വറുത്തും പൊരിച്ചും ഒത്തിരി ഫുഡുകൾ കൊടുക്കരുതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയാ, കൂടുതലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എന്താണ്? നല്ല തടിച്ചിട്ടുള്ള ആൾക്കാർക്ക് നല്ല കൊഴുപ്പ് കൂടുതലായിരിക്കും. അപ്പൊ അവർക്കാണ് കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരിക എന്നൊക്കെ നമ്മൾ വിചാരിക്കുക, അല്ലെ? പക്ഷെ ആക്ച്വലി നമ്മളൊരു മൊത്തത്തിൽ നമ്മുടെ സറൗണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് അറ്റാക്ക് ആയിട്ട് മരിക്കുന്ന ഒത്തിരി പേര് മെലിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ എന്തായിരിക്കും അതിനുള്ള റീസൺ? അപ്പൊ ഞാൻ ജസ്റ്റ് അറിയുന്ന ഒരു കാര്യം പറയുന്നു എന്നുള്ളൂ കേട്ടോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഫാറ്റ് നേരിൽ കാണുമ്പോൾ തടിയായിട്ട് തോന്നുന്ന ആൾക്കാര്, അവരിൽ ഈ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന അവരുടെ സ്കിന്നിന്റെ അടിയിലാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അവർ ബൾജ് ചെയ്ത് തടിച്ചു വരുന്നത്. എന്നാൽ ഈ മെലിഞ്ഞ ആൾക്കാരിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാറ്റും കാര്യങ്ങളൊക്കെ ഇന്റേണൽ ഓർഗൻസിനെ പൊതിഞ്ഞും ഒക്കെയാണ് കൂടുതലായിട്ടും സ്റ്റോർ ചെയ്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ മെലിഞ്ഞ ആൾക്കാര് നമ്മൾ പറയുമോ അല്ലെങ്കിൽ ഹാർട്ടിന് ബ്ലോക്ക് ആത്ര, പക്ഷെ കണ്ടാ പറയില്ല മെലിഞ്ഞായിരിക്കുന്നതെന്ന് നമ്മൾ പറയും, അല്ലെ? അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ഇന്റേണൽ ഓർഗൻസിനെ ചുറ്റിപ്പറ്റി ഈ പറയുന്ന ഫാറ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി അടിയും. അപ്പൊ അതാണ് ഇപ്പൊ ഈ ഹാർട്ട് തുടങ്ങിയതിലൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ ഈ പറയുന്ന ഹാർട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ മെലിഞ്ഞ ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, തടിച്ചവർക്ക് ഉണ്ട് ഇല്ല എന്നല്ല, എങ്കിൽ കൂടി നമ്മൾ പൊതുവെ എക്സ്പെക്ട് ചെയ്യുന്നത് തടിച്ചവർക്കാണ്. എങ്കിൽ കൂടി ധാരാളം മെലിഞ്ഞ ആൾക്കാർക്ക് ഈ പറയുന്ന ഒരു അസുഖം കേട്ടിട്ടുണ്ട്. അതിനുള്ള റീസൺ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തതാണ് ജീവകങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻസ് അല്ലെങ്കിൽ വിറ്റാമിൻസ്, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പൊ എന്താണ് ജീവകങ്ങൾ എന്നാണ് മലയാളം. ഇനി നോക്കുക, ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും. ഓക്കെ, ഇവ കുറഞ്ഞ അളവിലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാല്, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതു ലവണങ്ങളുടെയും കലവറയാണ്. ഓക്കെ, വിറ്റാമിൻസിന്റെയും മിനറൽസിന്റെ ഒക്കെ കലവറയാണ് ഈ പറയുന്ന പച്ചക്കറികള്, അതേപോലെ ഇലവർഗ്ഗങ്ങളൊക്കെ. ഓക്കെ, ഇനി നോക്കാം, അടച്ചു വെച്ചില്ലെങ്കിൽ, നോക്കിയേ, ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. അപ്പൊ ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അതിനാൽ അടച്ചു വേവിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഒന്ന് പറയാനുള്ളത്, ഫുഡുകൾ എപ്പോഴും വേവിക്കുമ്പോൾ അടച്ചു വേവിക്കുക. കാരണം വിറ്റാമിൻ സി പോലുള്ള, അപ്പൊ നമ്മളോട് ചോദിക്കുക നീരാവിയിലൂടെ നഷ്ടമാവുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ സി ആണ്, അല്ലെങ്കിൽ വിറ്റാമിൻ സി ആണ് നീരാവിയിലൂടെ നഷ്ടമാവുന്നത് കേട്ടോ. ഇനി ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, കുറച്ച് വിറ്റാമിനുകളും അതിന്റെ കാര്യങ്ങൾ നോക്കിയേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെ? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഉണ്ട്, വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഒരു ക്ലൂ നിങ്ങൾ പഠിക്കുക. കൊഴുപ്പിൽ ലയിക്കുന്ന അല്ലെങ്കിൽ ഫാറ്റ് സോലുബിൾ എന്ന് പറയും, അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന, അതിനൊരു കോഡ് ഓർത്തു വെക്കുക, കേഡ.
അപ്പൊ ഫാറ്റ് നമുക്ക് കേടാ. അപ്പൊ കേടാന്ന് പറയുമ്പോ വിറ്റമിൻ കെ ഫാറ്റ് സോലുബിൾ ആണ്, വിറ്റമിൻ ഇ ഫാറ്റ് സോലുബിൾ ആണ്, ഡി ഫാറ്റ് സോലുബിൾ ആണ്, എ ഫാറ്റ് സോലുബിൾ ആണ്. ഓക്കെ, പിന്നെ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ബിയും സിയും. അത് നിങ്ങൾ അങ്ങ് ഓർത്ത് വെച്ചേക്കുക കേട്ടോ, ബിയും സിയും. അപ്പൊ എ, ബി, സി, ഡി, ഇ, കെ ആണ് വരുന്നത് അല്ലെ. അപ്പൊ KEDA കേടാണ്, ഫാറ്റ് കേടാണ്. അപ്പൊ ഫാറ്റ് സോലുബിൾ കേടാ വൈറ്റമിൻ കെ, ഇ, ഡി ആൻഡ് എ. വാട്ടർ സോലുബിൾ ആണ് ബി ആൻഡ് സി. ഓക്കെ, നോക്കുക, വൈറ്റമിൻ എ എവിടെ നിന്നൊക്കെ കിട്ടും? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയറ്. കരൾ എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ലിവർ ഉണ്ടാവല്ലോ നമ്മൾ കഴിക്കുന്ന ഫുഡ്. അപ്പൊ പയറില, ചേമ്പില, മുരിങ്ങയില, അതൊക്കെ നല്ലത് എന്തിനാണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന്. ഇനി അടുത്ത് നോക്കുക, വൈറ്റമിൻ ഡി എവിടെ നിന്നാ കിട്ടുന്നത്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. ഇപ്പൊ സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ഡി ആണ്, ഓർത്ത് വെക്കാൻ കേട്ടോ. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വേണ്ടത്? വൈറ്റമിൻ ഡി. ഇതൊക്കെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം, അതിനൊക്കെ വേണ്ടത് ഏതാണ്? ഇതൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ഏതാണ്? കാൽസ്യം, ഫോസ്ഫറത്തിന്റെ ആഗിരണത്തിന് വേണ്ട വൈറ്റമിൻ ഏതാണ്? ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ പെടാത്തത് ഏതാണ്? പെട്ടത് ഏതാണെന്നൊക്കെ ചോദിക്കും. ഓക്കെ, വൈറ്റമിൻ ഇ സസ്യ എണ്ണകളാണ്, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. സസ്യ എണ്ണകള്, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നാഡികളുടെ, നെർവിന്റെയും RBC ചുവന്ന രക്താണുക്കളുടെയും ഒക്കെ ആരോഗ്യത്തിന് ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, ഇനി നോക്കുക, കെ ആണെങ്കിൽ ക്യാബേജ്, ചീര, കോളിഫ്ലവർ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. രക്തം കട്ട പിടിക്കാൻ വേണ്ട വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ് കേട്ടോ. ഇനി അടുത്തത് ബി നോക്കുക, ധാന്യങ്ങളുടെ തവിടില്, അതേപോലെ മുട്ട, പാല്, ചേമ്പില. നോക്കിയേ, ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ ഏത്? വൈറ്റമിൻ ബി. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം, അതിനൊക്കെ വൈറ്റമിൻ ബി ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സി പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ. അപ്പൊ മോണയ്ക്ക് വേണ്ടത് ഏതാണ്? വൈറ്റമിൻ സി ആണ് കേട്ടോ. ത്വക്ക്, പല്ല്, മോണ ഇവയ്ക്കൊക്കെ വേണ്ടത്. ഓക്കെ, വൈറ്റമിൻസ്. ഇപ്പൊ പല്ലുകൾക്ക് വേണ്ടതെന്ന് എടുത്തു ചോദിക്കുമ്പോൾ വൈറ്റമിൻ ഡി തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻസിൽ നിങ്ങൾ ഓർക്കേണ്ടത്. ഫാറ്റ് സോലുബിൾ ഏതാണ്, വാട്ടർ സോലുബിൾ ഏതാണ്, ഓരോ വൈറ്റമിനും അവയുടെ ഫുഡുകൾ. ഇപ്പൊ വൈറ്റമിൻ സി ഓർത്ത് വെക്കുക, അതായത് പുളിപ്പുള്ള ഓറഞ്ച്, നെല്ലിക്ക, അങ്ങനത്തതിലൊക്കെ ഉള്ളത് വൈറ്റമിൻ സി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ ഡി എന്ന് ഓർത്ത് വെക്കുക. സസ്യ എണ്ണകളിൽ നിന്നാണ് വൈറ്റമിൻ ഇ. നിങ്ങൾക്ക് അറിയാലേ, നമ്മൾ ഈ എന്താണ് ഇവിയോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഈ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റുകൾ മേടിക്കാൻ കിട്ടും. അത് അതിന്റെ ഉള്ളിൽ എണ്ണയാണ് അല്ലെ. പെൺകുട്ടികൾ അതൊക്കെ ഇനി അത് ഒരു പിന്ന് വെച്ച് കുത്തിയിട്ട് അതിലെ ആ എണ്ണ എടുത്ത് മുഖത്തൊക്കെ തേക്കാറുണ്ട്, മുഖത്തും മുടിയിലൊക്കെ. അത് വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അടുത്താണ് ധാതു ലവണങ്ങൾ അല്ലെങ്കിൽ മിനറൽസ്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇരുമ്പ് നോക്കിയേ, ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് വേണ്ട മിനറൽ ഏതാണ്? ഇരുമ്പാണ്. ഓക്കെ, കാൽസ്യം, ഫോസ്ഫറസ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും വേണ്ടത് കാൽഷ്യവും ഫോസ്ഫറസും. സോഡിയം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നു. അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന്, മാനസിക വളർച്ചയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് വേണ്ടത് അയഡിൻ അല്ലെ. ഓക്കെ, ഇവിടെ നോക്കിയേ, പിന്നെ ഇത് ഓരോ ഭക്ഷ്യവസ്തുക്കളാണ്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഏതൊക്കെയാണ് ഏതിലൊക്കെയാ വരുന്നത്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ രണ്ട് ടേബിളും ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. മിനറലുകളും അവയുടെ ഫങ്ഷൻ അല്ലെങ്കിൽ അവയുടെ ഉപയോഗം. ഓക്കെ, ഏറ്റവും പ്രത്യേകിച്ച് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ഇരുമ്പാണ്. ജലാംശം ശരീരത്തിൽ നിലനിർത്തുന്ന സോഡിയം ആണ്. പിന്നെ അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥികളുടെ ശരിയായ പ്രവർത്തനത്തിന്, കാൽഷ്യം ഫോസ്ഫറസും നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ അറിയാലോ എല്ലുകളും പല്ലുകളും ഒക്കെയാണെന്ന്. അടുത്തതാണ്
പോഷക അപര്യാപ്ത രോഗങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ്. നോക്കിയേ, പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കേൾക്കാറുണ്ട് അട്ടപ്പാടിയിലൊക്കെ പോഷകങ്ങൾ ഇല്ലാതെ ഈ പോഷക അപര്യാപ്ത രോഗം മൂലം ധാരാളം പേര് മരിച്ചു എന്ന് കേൾക്കാറുണ്ട് അല്ലെ, കുഞ്ഞുങ്ങള് ജനിച്ച പിള്ളേര്. അപ്പൊ അതാണ് നോക്കുന്നത്. ഇനി പോഷക ഘടകം വൈറ്റമിൻ എ അത് കോസ് ചെയ്യുന്നത് നിശാന്തത, അതിന്റെ ഇംഗ്ലീഷ് ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? ഇംഗ്ലീഷിൽ വേണ്ടവർ ഇംഗ്ലീഷിൽ ഓർത്തോളൂ കേട്ടോ. നൈറ്റ് ബ്ലൈൻഡ്നെസ് അതായത് മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. വൈറ്റമിൻ ബി ആണ് വായ്പുണ്ണ്, അതായത് വായിൽ വ്രണങ്ങൾ ഉണ്ടാവുക. വൈറ്റമിൻ സി സ്കർവി ആണ്, അത് അങ്ങനെ തന്നെയാ പറയുന്നത്. മോണയിൽ പഴുപ്പും രക്തസ്രാവവും വരുന്ന ഒരു കേസാണ് വൈറ്റമിൻ. അപ്പൊ ഒരു ചോദിച്ചിട്ടുണ്ട് ഏത് വൈറ്റമിൻ ആണ് മോണയുടെ ആരോഗ്യത്തിന്? ഏതാണ്? വൈറ്റമിൻ സി ആണ് കേട്ടോ. വൈറ്റമിൻ ഡി റിക്കറ്റ് അല്ലെങ്കിൽ കണ എന്ന് പറയും. അസുഖത്തിന്റെ പേര് മലയാളത്തിൽ കണ, ഇംഗ്ലീഷിൽ റിക്കറ്റ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നതാണ് വൈറ്റമിൻ ഡി. റിക്കറ്റ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന കണ എന്ന് പറയുന്നത്. ഇരുമ്പ് അനീമിയ അല്ലെ, അയൺ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അനീമിയ, അതായത് രക്തക്കുറവ്, ശരീരത്തിലാകെ വിളർച്ച. അയഡിൻ മൂലം ഉണ്ടാകുന്നതാണ്, അയഡിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ, അതായത് തൊണ്ടയിൽ മുഴയായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത്രയും രോഗങ്ങളാണ്. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് എന്ത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ, ഏതൊക്കെയാണ്, ഏതൊക്കെ വൈറ്റമിൻ ആണ്, ഏതൊക്കെ രോഗങ്ങളാണ് കോസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്താണ് പോഷകേതര ഘടകങ്ങൾ. അതായത് ഇപ്പൊ നമ്മൾ കുറച്ച് പോഷകങ്ങൾ അവയുടെ ഈ പറയുന്ന ABCD ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ, അതല്ലാതെ പറയുന്ന കുറച്ച് സംഭവങ്ങൾ നോക്കുക. ജലവും നാരുകളുമാണ്. ഇതിന്റെ രണ്ടിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയാതെ തന്നെ അറിയാം അല്ലെ. ഇപ്പൊ മലശോധനയ്ക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവരോടൊക്കെ ഡോക്ടേഴ്സ് പറയുന്നതാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവയുടെ ഇമ്പോർട്ടൻസ് കേട്ടോ. നോക്കിയേ, നമ്മുടെ ശരീരത്തിന്റെ 2/3 ഭാഗവും ജലമാണ് അല്ലെ. 2/3 പാർട്ട് ഓഫ് നമ്മുടെ ബോഡിയുടെ അത്രയും എന്താണ്? ജലമാണ്. തലച്ചോറിന്റെ 85% എന്താണ്? ജലമാണ്. രക്തത്തിന്റെ 90% എന്താണ്? എല്ലുകളുടെ 25% ജലമാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. തലച്ചോറിന്റെ 85% രക്തം ഓൾറെഡി ഒരു വെള്ളം പോലെയല്ലേ, അപ്പൊ മാക്സിമം 90%. എല്ലുകൾ ഇച്ചിരി കട്ടിയുണ്ട്, അപ്പൊ അത്ര വെള്ളം ഉണ്ടാവില്ല, 25%. തലച്ചോറ് 85%. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്ന എന്താണ്? ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിന് നഷ്ടപ്പെടുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം നാം കുടിക്കണം. ഓക്കെ, അടുത്ത നാരുകൾ അല്ലെങ്കിൽ ഫൈബർ ആണ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യമാണ് നാരുകൾ. അപ്പൊ മെയിൻ ആയിട്ട് എന്താ പറയാ, ഈ പറയുന്ന നമ്മൾ മുരിങ്ങയില അങ്ങനത്തെ സസ്യാഹാരങ്ങൾ, പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഫുഡുകളൊക്കെ ഇപ്പൊ നമ്മൾ വാഴപ്പിണ്ടി, അതൊക്കെ നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതാണ് എന്ത്, എന്നാൽ ഇത് ശരീരത്തിന് പൂർണ്ണമായിട്ട് ദഹിപ്പിക്കാൻ പറ്റില്ലാത്തതാണ് എന്ത്? ഫൈബറുകൾ. ഓക്കെ, ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ സെല്ലുലോസ് എന്ന് പറയുന്നത് അത്ര ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇതല്ല, അതുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്ന, ഫൈബർ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ശരീരത്തിന് പോഷക ഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും പിന്നെ എന്താണ്? നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ വൻകുടലിലെ എന്താണ്? വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ അല്ലെ, നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻസിന്റെ ഒക്കെ മെയിൻ ഫങ്ഷനുകൾ നല്ല സൂതിങ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് വൻകുടലുകളിൽ നിന്ന് അല്ലെ. ഇനി നോക്കിയേ, തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ നാരുകളുടെ കലവറയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജലവും നാരുകളിലും നോക്കാനുള്ളത്.
അടുത്തതാണ് സമീകൃത ആഹാരം. അതായത് ശരീരത്തിന് വേണ്ട എല്ലാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ചിലപ്പോൾ വെറുതെ ഒക്കെ പറയാറുണ്ട് പാലൊരു സമീകൃത ആഹാരമാണ് അല്ലെ. കാരണം എന്തുകൊണ്ടാണ് ഓൾമോസ്റ്റ് എല്ലാ ഡയറ്റുകളും കാര്യങ്ങളും ഒക്കെ എല്ലാ വിറ്റാമിൻസും കാര്യങ്ങളും എല്ലാം എന്തിലുണ്ട്, പാലിലുണ്ട്. അപ്പൊ സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഒന്നിച്ച് നിലനിൽക്കാം എന്നതാണ്. സോ ആവാസ വ്യവസ്ഥ, ഇക്കോസിസ്റ്റം, വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും, അതായത് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് എന്ത്, ആവാസ വ്യവസ്ഥ. ഇനി നോക്കുക, ഭക്ഷ്യ ശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും എന്തായിരിക്കും, ഹരിത സസ്യമായിരിക്കും. ഭക്ഷ്യ ശൃംഖലകൾ എന്ന് കേട്ടില്ലേ, അതായത് ഫുഡ് ചെയിൻ ആണ് കേട്ടോ. ഭക്ഷ്യ ശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും എന്തായിരിക്കും, ഹരിത സസ്യമായിരിക്കും. അവസാന കണ്ണിയായി വളരുന്നത് പൊതുവെ മാംസഭോജികളായിരിക്കും. ഇടയ്ക്കുള്ള സസ്യഭോജികളോ മിശ്രഭോജികളോ ആവാം. ഓക്കെ, അപ്പൊ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി എന്താണ്, ഹരിത സസ്യമാണ് കേട്ടോ. വിവിധ ഭക്ഷ്യ ശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യ ശൃംഖലാജാലം എന്ന് പറയുന്നത്, ഫുഡ് വെബ് എന്ന് പറയുന്നത്. പ്രകൃതിയിൽ ഭക്ഷ്യ ശൃംഖലാജാലമാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഇനി ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു, അതിനാൽ അവർ ഉൽപാദകർ, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നു. ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നവരെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമർ എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു വിഭാഗമാണ് വിഘാടകർ അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് എന്ന് പറയും. എന്താണത്? ഈ എന്താ പറയാ, ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ് എന്ത്, വിഘാടകർ എന്ന് പറയുന്നത്. ഇവയെ വിഘാടകർ എന്ന് പറയുന്നു. വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാകുന്നു. അപ്പൊ വിഘാടകർ എന്ന് പറയുന്നത് എന്തൊക്കെ വരും, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയിട്ടുള്ള ഡീകമ്പോസ് ചെയ്യുന്ന സൂക്ഷ്മജീവികളാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പം ഈ ഒരു സൈക്കിൾ നിങ്ങൾ നോക്കുക. ഉൽപാദകര് അവരുണ്ടാക്കുന്ന ഫുഡുകൾ അല്ലെ, ഹരിത സസ്യങ്ങളാണ്. അത് ഉപഭോക്താക്കൾ സ്വീകരിക്കുന്നു. അതിനുശേഷം മൃതാവശിഷ്ടം, വിഘാടകര്, എന്താ പറയാ, വരുന്ന, ഇപ്പം ഓരോ ജീവികളൊക്കെ ചത്തൊടുങ്ങുമ്പോൾ എന്ത് സംഭവിക്കണം, വിഘാടകർ ആക്ട് ചെയ്യും അല്ലെ. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, പോഷക ഘടകങ്ങളാക്കി മാറ്റുന്നത്, പിന്നീടും ഉൽപാദകരായിട്ടുള്ള ഹരിത സസ്യം അത് ഉപയോഗിക്കുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് രൂപത്തിനും ബലത്തിനും എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു. അവ ചലനത്തിനും സഹായിക്കുന്നുണ്ട്. അസ്ഥികൾ പല വിധത്തിലുള്ള അസ്ഥികളുണ്ട്. തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റെല്ലുകൾ, ഇവയൊക്കെ നമുക്ക് ആകൃതിയും വലിപ്പത്തിലും ഒക്കെ ഇവ വ്യത്യാസമുണ്ട്. തലയോട് എന്താ ചെയ്യുന്നത്, തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലയോട്ടിയിൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ള, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. തലയോട്ടിയിലെ ചലന സ്വാതന്ത്ര്യമുള്ള എന്തിനാണ്, കീഴ്ത്താടി എല്ലിന് മാത്രമാണ് കേട്ടോ. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടിയെല്ലാണ്. ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ്. നട്ടെല്ലിനേൽക്കുന്ന ചില ക്ഷതങ്ങൾ ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന വാരിയെല്ലുകളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. ഓർത്തു വെക്കുക, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്, തുടയെല്ലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് എന്ന് പറയുന്ന അസ്ഥിയാണ്. ഇത് രണ്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. വലിയ അസ്ഥി തുടയെല്ല്, ചെറിയ അസ്ഥി എന്ന് പറയുന്ന സ്റ്റേപ്പിസ് ആണ്. ഓക്കെ, ഇനി എത്ര അസ്ഥികളാണ് ഉള്ളത് നോക്കുക. ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം 300ഓളം എല്ലുകളുണ്ട്. പ്രായപൂർത്തിയാകുമ്പോൾ എന്ത് സംഭവിക്കും, അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് കുറെ എണ്ണമൊക്കെ കമ്പൈൻ ചെയ്ത് 206 ആയിട്ട് കുറയുന്നു. ഓർത്തു വെക്കണം, ഒരു അഡൽറ്റിൽ എത്ര എല്ലുകൾ ഉണ്ടെന്ന് ഒത്തിരി തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 206 ആണ്. നോക്കിയ മനുഷ്യരീരത്തിൽ അസ്ഥികൾ താഴെ പറയുന്ന തോതിലാണ്. എല്ലാത്തിന്റെ എണ്ണം ഓർത്തു വെച്ചിരിക്കണം. തലയോടിൽ 22, വാരിയിൽ 24, ഓരോ കാലിലും 30, അരക്കെട്ട് 2, നട്ടെല്ല് 33, ഓരോ കൈയിലും 32, മാറല് 1. ഓക്കെ, ആ നമ്പർ ഓർത്ത് വെക്കണം കേട്ടോ.
ഇനി പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മളെ സഹായിക്കുന്ന അസ്ഥികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ് ജോയിന്റുകൾ എന്ന് പറയും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് നോക്കുക. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഗോളര സന്ധി എന്നാണ്. തോളല് സന്ധി രണ്ട് സ്ഥലത്താണ് ഉള്ളത്. തോളല്ലിലും അതേപോലെ ഇടുപ്പെല്ലിലുമാണ് ഗോളര സന്ധി ഉള്ളത്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളത് ഏതിനാണ്? ഗോളര സന്ധിക്കാണ് കേട്ടോ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഒരു ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴലിൽ തിരിയുന്നു. അടുത്ത വിജാഗിരി സന്ധി, ഹിഞ്ച് ജോയിന്റ്, കൈമുട്ട്, കാൽമുട്ട് എന്നിവിടെയൊക്കെയാണ് വിജാഗിരി. അപ്പൊ എന്തുകൊണ്ട് വിജാഗിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാതിൽ നമുക്ക് ഒരു ഡയറക്ഷൻ മീൻസ് ഇങ്ങനെ മുമ്പോട്ട് പുറകോട്ട് അത്രയല്ലേ മാറ്റാൻ പറ്റുള്ളൂ. ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുമ്പോൾ മൊത്തം നമുക്ക് ഏകദേശം 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം അല്ലെ. ഹിഞ്ച് ജോയിന്റ് അല്ലെങ്കിൽ വിജാഗിരി ജോയിന്റ് എന്ന് പറഞ്ഞാൽ വാതിലിന്റെ പോലെ മുന്നോട്ട് പുറകോട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അങ്ങനെ പേര് വന്നത്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. കീലസന്ധി അല്ലെങ്കിൽ പിവോട്ട് ജോയിന്റ്, കഴുത്ത് തലയോട് നട്ടെല്ലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് കഴുത്ത്. ഈ ഒരു ഭാഗം ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ 3 അസ്ഥികൾ നിങ്ങൾ എന്തായാലും സന്ധികൾ നിങ്ങൾ എന്തായാലും ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അടുത്താണ് മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കാം. അപ്പൊ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് അറിയാലോ. ഒരേ വർഗത്തിൽ പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളും ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. സങ്കര ഇനം തെങ്ങുകൾ, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഈ പേരെന്തായാലും ഓർത്ത് വെച്ചിരിക്കുക. ഇനി എന്തിനെ തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണെന്നുള്ളത് ഓർക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴും നല്ലത് കേട്ടോ. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം. അടുത്തത് ഇതും എപ്പോഴും എക്സാമിന് ചോദിക്കാറാണ്. നെല്ല് അല്ലെ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ഒരു പ്രാവശ്യം ചോദിച്ചാണ് സങ്കര ഇനം നെല്ലിന് ഉദാഹരണം ഏതാണ്. അപ്പൊ പലതിനും അതിന്റെ കൂടെ അന്നപൂർണ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഏതാണ്? അന്നപൂർണ. പയർ, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളക്, ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ട, കിരൺ, അർക്ക, അനാമിക. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ടയിൽ അനാമികയുടെ പേര് കൊടുത്തിട്ട്. സൽകീർത്തി. പിന്നെ വഴുതന, സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഇതും ചോദിച്ചിട്ടുണ്ട് ഹരിത എന്ന പേരില്. തക്കാളി, മുക്തി, അനഘ, അക്ഷയ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഓർത്ത് വെക്കണം. എല്ലാ പേരുകളും ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തേക്കുന്നതുകൊണ്ട് ഈ പേര് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്തത് നമ്മുടെ സ്ഥാപനങ്ങൾ, ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നതാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. എവിടെയാണ്? കാസർഗോഡ്. കേരള കാർഷിക സർവകലാശാല ചോദിച്ചിട്ടുണ്ട്. മണ്ണൂത്തി, തൃശ്ശൂര്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം. എല്ലാ ക്വസ്റ്റ്യൻസും മുൻപ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് അന്നപഥത്തിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഹരിത സസ്യങ്ങൾ ആഹാരത്തിന് മറ്റു ജീവികളെ ആശ്രയിക്കുന്നില്ല അല്ലെ. ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതുകൊണ്ട് ഓട്ടോട്രോഫ്സ് അല്ലെങ്കിൽ സ്വപോഷികൾ എന്ന് പറയുന്നു. മറ്റുള്ള അല്ലെ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായി മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നു. അവരെ നമ്മൾ പരപോഷികൾ അല്ലെങ്കിൽ ഹെട്രോട്രോഫ്സ് എന്ന് വിളിക്കുന്നു. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ പല്ലുകൾ അല്ലെ, ആ ഒരു പല്ല് എന്ന് പറയുന്ന സെക്ഷനിൽ ധാരാളം കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വേറെ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഉളിപ്പല്ല്, ഇൻസിസേഴ്സ്, അഗ്ര ചവർണകം, പ്രിമോളാറ്, കോമ്പല്ല്, കനൈന്, ചവർണകം, മോളാറ്. എല്ലാത്തിന്റെയും ഫംഗ്ഷൻ, ഉപയോഗം തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. മുൻവശത്തും താഴെയും മുകളിലുമായി 8 പല്ലുകളാണ്. എണ്ണവും പഠിച്ചിരിക്കണം കേട്ടോ. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഇനി കോമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലെ 8 പല്ലുകൾ ഉള്ളത് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. കോമ്പൽ എന്ന് പറയുന്നത് എന്താണ്? മുകളിലുമായിട്ട് 4 പല്ലുകളാണുള്ളത്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. ഇതിങ്ങനെ വളരെ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. കടിച്ചു കീറാൻ, ഇത് കടിച്ചു മുറിക്കാൻ, ഇത് ചവച്ചരയ്ക്കാൻ. ചവർണകം എന്ന് പറയുമ്പോൾ 12 പല്ലുകളാണുള്ളത്. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഓർത്തുവെക്കുക. ഏറ്റവും കൂടുതൽ കോമ്പലിൽ ഓർത്തുവെക്കുക. കടിച്ചു കീറാൻ ഉപയോഗിക്കുന്നു, ചവച്ചരയ്ക്കാൻ ഉപയോഗിക്കുന്ന അഗ്ര ചവർണകം. ഓക്കെ, ഇനി ആഹാരം അന്നപഥത്തിലൂടെ എന്നാണല്ലോ. അതിനകത്ത് ആമാശയം, ചെറുകുടല്, വൻകുടല് മൂന്നും ഇനി നമ്മൾ ഹയർ ലെവൽ പഠിക്കുമ്പോൾ ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് അന്നനാളത്തിന്റെ ഒരു തരംഗ ചലനമുണ്ട്. അതുമൂലമാണ് ഫുഡ് ഇറങ്ങി പോകുന്നത്. അതിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്കറിയാം ആമാശയത്തിൽ ധാരാളം ദഹന രസങ്ങളുണ്ട് അല്ലെ.
അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പഠിക്കും. ഇനി ചെറുകുടലിന്റെ നീളം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 6 മീറ്ററോളമാണ് ഇതിന് നീളമുള്ളത്. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെയാണ്? ചെറുകുടലിൽ കേട്ടോ. ദഹിച്ച ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. വൻകുടൽ എന്താണ്? ചെറുകുടലിനെ തുടർന്ന് 1.5 മീറ്ററോളം നീളമാണ് എന്തിനുള്ളത്? വൻകുടലിനുള്ളത്. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് എവിടെയാണ്? വൻകുടലിലാണ് കേട്ടോ. അത് പഠിക്കണം. ഓക്കെ, അതിനുശേഷം അവശേഷിക്കുന്നതാണ് മലം. ഇത് ആമാശയത്തിൽ സംഭരിച്ച് മലദ്വാരം വഴി പുറത്തേക്ക് കളയുന്നു. അടുത്തത് പോഷണ പ്രക്രിയയിലെ ഘടകങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം. ഓക്കെ, രണ്ടാമത്തെ ഘട്ടമാണ് എന്ത്? നമ്മൾ കഴിക്കുന്ന ഫുഡ് ദഹിക്കുക എന്നുള്ളത്, ദഹനം. മൂന്നാമത്തതാണ് ആഗിരണം. നാലാമത്തത് അസിമലേഷൻ, സ്വാംശീകരണം. ഇത് ഓർഡറിൽ ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ വിസർജനം. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് നോക്കുക. ഇനി വൃക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി അല്ലേ? നിങ്ങൾക്ക് അറിയാം, ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് എന്തെന്ന് പറയുന്നത്? വൃക്ക എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നോക്കിയ രക്തത്തിൽ നിന്ന് യൂറിയ അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്നു. ഈ പ്രവർത്തനം സുഗമമാക്കുന്നതിന് കുട്ടികൾ ദിവസം 1.5 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. മൂത്രത്തിൽ 96% എന്താണ്? ജലമാണ് കേട്ടോ. സോ നമ്മള് 6-7 ക്ലാസ്സിലെ ചാപ്റ്റേഴ്സിൽ ഒരു ക്വിക്ക് റിവിഷൻ നമ്മൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയും ഉണ്ട് ചെറിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എങ്കിലും പെട്ടെന്ന് ഒരു ചെറിയൊരു ഷോർട്ട് റിവിഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്ലാസ്സുകൾ കേട്ട എല്ലാവർക്കും നന്ദി. അതേപോലെ നമ്മൾ ഡിസംബർ 17th നമ്മളൊരു PSC മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു എക്സാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. SCRT ക്ലാസ് 5, 6, 7 ബേസ് ചെയ്തിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് SCRT ടെക്സ്റ്റ് ബുക്ക് എന്ന് അല്ലെ? ഇപ്പോഴത്തെ PSC എക്സാമുകളൊക്കെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന SCRT ടെക്സ്റ്റ് ബുക്ക് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ്, ഒരു സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും ഈ ഒരു എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.